അബ്ദുൾ സമദ് പൂക്കോട്ടൂർ, ഞാൻ വനിതാ കമ്മീഷൻ മെമ്പറും കുൽസു ടീച്ചർ വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സണും ആയിരിക്കുമ്പോഴാണ് നമ്മുടെ സദസ്സിൽ ഔദ്യോഗികമായി ക്ഷണിച്ചു വന്ന ഒരു വേദിയിൽ വെച്ച് ഞങ്ങളോട് ഇറങ്ങി പോകാൻ പറഞ്ഞത്. അതിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ട് കേട്ടോ, എല്ലാ ഹാർട്ടും. ഞാനിവിടെ പറയുന്നതൊന്നും ഹിയർസി എവിഡൻസ് അല്ല, എല്ലാം എനിക്ക് നേരിട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അബ്ദുൾ സമദ് പൂക്കോട്ടൂർ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ മൈക്ക് അങ്ങോട്ടേക്ക് മാറ്റി നിർത്താം, ഞങ്ങളും ക്ഷണിച്ച് വന്നവരാ, വലിഞ്ഞു കയറി വന്നവരല്ല. പക്ഷേ കുൽസു ടീച്ചർ അന്ന് തന്നെ ഇറങ്ങിപ്പോയി, അപ്പം തന്നെ ഇറങ്ങിപ്പോയി, ഞാൻ ഇറങ്ങിപ്പോയില്ല. അദ്ദേഹത്തിന്റെ വീഡിയോ ഇന്നും എന്റെ മുന്നിൽ. ബഹുമാന്യനായ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ സാഹിബിനോട് ഞാൻ ചോദിക്കുന്നു, എവിടെ പോയി നിങ്ങളുടെ ധാർമ്മികത? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേളയിൽ വനിതകളെ, മുസ്ലിം ലീഗിന്റെ വനിതാ പ്രതിനിധികൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് എവിടെ പോയി നിങ്ങളുടെ ആദർശം? അബ്ദുൾ സമദ് പൂക്കോട്ടൂർ മുൻകൂല. ഇതിപ്പോ ഇലക്ഷന്റെ സമയല്ലേ, ഈ സമയത്ത് അങ്ങനെ പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റൂല. അന്ന് നിങ്ങൾ ഇറക്കി വിട്ടതൊക്കെ ശരിയാക്കാറ്, പക്ഷെ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ മുൻകൂല. അദ്ദേഹം ഇപ്പൊ എന്ത് വിഷയത്തിൽ അഭിപ്രായം പറയുള്ളൂ നിങ്ങൾ അറിയാം? അവർക്കെതിരെ ആരെങ്കിലും പറഞ്ഞാല് അതിൽ അഭിപ്രായം പറയും. അത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇവിടെ സമസ്തയുടെ നേതാവായിരിക്കുന്ന ഉമർ വൈസി മുക്കം, അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഒരു അഭിപ്രായം പറയേണ്ടായി. അദ്ദേഹം ജനറൽ സീറ്റുകളിൽ സ്ത്രീകളെ പരിഗണിക്കുന്ന കാര്യത്തിൽ നിന്ന് മാറ്റി നിർത്തി, ജനറൽ സീറ്റുകളിലൊക്കെ പുരുഷന്മാർക്ക് മത്സരിക്കാറ്, അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോഴാണ് ഈ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ അവിടെ രംഗത്തെത്തിയത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം രംഗത്ത് വരും കേട്ടോ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞാൻ മുമ്പ് കേൾപ്പിച്ചാണെന്നാലും കൂടി കേൾക്കാം. കാലങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുന്ന സമയത്ത് മുമ്പില്ലാത്ത പുതിയ സംവിധാനങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും അതിനനുസരിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ മുസ്ലിം ലീഗ് എടുക്കുന്ന തീരുമാനത്തെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഗോതയിൽ വെച്ച് എതിർക്കുക എന്ന് പറയുമ്പോൾ അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മാത്രമല്ല, ചില പരാജയ ഭീതി പൂണ്ട ചില സംഘടനകൾ ഇതിന്റെ പിന്നിൽ ചിലരെ ചട്ടുകങ്ങളാക്കി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടി വരും. സംവരണ സീറ്റിൽ സ്വാഭാവികമായും സ്ത്രീകളെ മത്സരിപ്പിക്കൽ അനിവാര്യമാണ്, വേറെ മാർഗമില്ല. അതുപോലെ ജനറൽ സീറ്റിൽ മത്സരിപ്പിക്കൽ അനിവാര്യമല്ല, പക്ഷെ സാഹചര്യത്തിനനുസരിച്ച് പാർട്ടിക്ക് തീരുമാനമെടുക്കേണ്ടി വരും, ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടി വരും. അതേ അഭിപ്രായം തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു. അപ്പോ ഉമർ ഫൈസി ഇവിടെ എന്താക്കി മൂപ്പര് ഏതോ ചില രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകമാക്കിയിട്ടാണ് ചിത്രീകരിച്ചു വെച്ചത് അതിൻ്റെ ഉള്ളിൽ കൂടെ. ഇത് സ്വന്തം നേതാവിനെ ഇവർ ചെയ്യുന്നത്. സമസ്ത EK വിഭാഗത്തിലെ മുഷാവർ അംഗമായിട്ടുള്ള ഉമർ ഫൈസി മുക്കത്തെയാണ് അതേ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഈ അബ്ദുൾ സമദ് പൂക്കോട്ടൂരും അതുപോലെ തന്നെ ഈ ചെങ്ങായിട്ട് ഒപ്പം വേറെ ആളുണ്ട് നാസർ ഫൈസി കൊടുത്തായി, ഇവർ കൂടി ഒപ്പിച്ചു കൊടുക്കണം. എന്തായാലും ഇപ്പൊ കണക്കിനൊരു മറുപടി ആര് കൊടുത്തിട്ടുണ്ട്? ഈ നൂർ ബിന റഷീദ്, വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന ആളാണ്, ഇപ്പൊ രാജിവെച്ചിട്ടുണ്ട്. അപ്പൊ അവർ നടത്തിയ പത്രസമ്മേളനത്തിലാണ് എന്തായാലും അബ്ദുൾ സമദ് പൂക്കോട്ടൂരിനോട് തരത്തിലൊരു കാര്യം ചോദിച്ചിട്ടുള്ളത്. എന്തായാലും അബ്ദുൾ സമദ് പൂക്കോട്ടൂർ മുണ്ടാൻ കഴിയില്ല. കാരണം ഇപ്പൊ അങ്ങനെ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ മുണ്ടിയാലോ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ അവിടെ ഔട്ട് ആവും. കാരണം ഇലക്ഷൻ വരാൻ പോവല്ലേ, ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ നടക്കാണ്ട്. അപ്പോ ഈ സ്ത്രീകളെ ഈ രംഗത്തിറക്കുന്ന കാര്യത്തിലും അതുപോലെ പൊതുപ്രവർത്തനത്തിൽ രംഗത്തിറക്കുന്ന കാര്യത്തിലും പ്രചരണത്തിൽ രംഗത്തിറക്കുന്ന കാര്യത്തിലൊക്കെ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ എങ്ങനെ മിണ്ടാൻ പറ്റുമോ? അവിടെ മതം പറയാൻ പറ്റുമോ? പറ്റൂല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി, പോലിക്കത് പറ്റൂല. കാരണം ഇവർക്ക് ഇങ്ങനെ മതത്തിന്റെ ലെവലിൽ ഇങ്ങനെ തരി കെട്ടി അല്ലെങ്കിൽ തൊപ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കണം, എന്നിട്ട് ആ രീതിയിൽ രാഷ്ട്രീയക്കാർക്ക് ഇങ്ങനെ പത്ത് വെച്ചു കൊടുക്കണം. അതാണ് പണി. അതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. അവിടെ മറ്റുള്ളൊന്നും ബാധകല്ല. അവിടെ ഇനി ഒരു മതപരമായിട്ടൊരു പണ്ഡിതൻ എന്തെങ്കിലും കാര്യം പറഞ്ഞാലോ അയാൾ എതിർക്കുകയും ചെയ്യും. അതാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ കണ്ടത്.